ഇന്ന് ലോക പരിസ്ഥിതി ദിനം. വാർദ്ധക്യകാലത്ത് പ്രകൃതിയിലേക്ക് ഇറങ്ങി ആസ്വദിക്കുന്ന ഒരു വയോധികനുണ്ട് ഇടുക്കിയിൽ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ എങ്ങനെ ജീവിക്കാമെന്ന് കാണിച്ചു തരികയാണ് അദ്ദേഹം. മലമുകളിലെ തന്റെ പഴവർഗ്ഗങ്ങൾ നിറഞ്ഞ കൃഷിയിടത്തിൽ പരിഭവങ്ങളും പരാധീനതകളുമില്ലാതെ സന്തോഷ വാർദ്ധക്യം ആസ്വദിക്കുന്ന സുധാകരൻ നായരുടെ വിശേഷങ്ങൾ കാണാം. ഇത് സൂര്യനാം ചെറി. ഇത് പൂക്കുന്ന കായ്ക്കുന്ന കായ കിടക്കുന്നുണ്ടല്ലോ. റോക്കറ്റ് സപ്പോട്ട എന്ന് പറയും, ബനാന സപ്പോട്ട എന്ന് പറയും. ഇത് ഒരു ആപ്പിളാണ്. ഉടനെ കായ്ക്കും, പിറ്റേ ദിവസം കായ്ക്കും എന്ന് പറയുന്ന വെറൈറ്റിയുടെ. ഇത് പിന്നെ കരിമഞ്ഞൾ. ഫലവൃക്ഷത്തോട്ടത്തിന് നടുവിൽ പ്രകൃതിയോടിണങ്ങി ജീവിതം നയിക്കുകയാണ് ഈ വയോധികൻ. നെടുങ്കണ്ടം കല്ലാർ ബ്ലോക്ക് നമ്പർ 7 സുധാകരൻ നായരാണ് ഫലവൃക്ഷത്തോട്ടം ഒരുക്കി സന്തോഷത്തോടെ ജീവിതം നയിക്കുന്നത്. ജോലി സംബന്ധമായ സഞ്ചാരത്തിനിടെ മനസ്സിനിണങ്ങുന്ന ഭക്ഷണം ലഭിക്കാതെ വന്നതോടെയാണ് പഴങ്ങളോടുള്ള പ്രണയം സുധാകരന് തുടങ്ങുന്നത്. മാസങ്ങളോളം പഴങ്ങളും പഴച്ചാറും കരിക്കിൻ വെള്ളവും കുടിച്ച് ജീവിച്ചിട്ടുണ്ട്. പിന്നീട് താൻ കഴിച്ചിട്ടുള്ള ഫലങ്ങളെല്ലാം തൻ്റെ വാർദ്ധക്യകാലത്തും ഒപ്പം വേണമെന്ന ആഗ്രഹമാണ് ഫലവൃക്ഷത്തോട്ടം നിർമ്മിക്കാൻ പ്രചോദനമായതെന്ന് സുധാകരൻ നായർ പറയുന്നു. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം പ്രകൃതിയോടൊത്ത് ആസ്വദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് എൻ്റെ. ഞാനൊരു 400ഓളം വെറൈറ്റി ഫലവൃക്ഷങ്ങളുമായിട്ട് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് ഒരു മലമുകൾ ഇങ്ങനെ വാർദ്ധക്യ ജീവിതം ആസ്വദിക്കുന്നു. ലിപ്രാന്തോസിസ്, മട്ടോവ, ബ്ലാക്ക് സപ്പോട്ട, ജമൈക്കൻ സ്റ്റാർ, ആപ്പിൾ, കൊപ്പുസു, മറാങ്, മിൽക്ക് ഫ്രൂട്ട്, ഐസ്ക്രീം ബീൻസ്, മിറക്കിൾ ഫ്രൂട്ട്സ്, ബറബ തുടങ്ങി 200ഓളം ഫലവൃക്ഷങ്ങളും ചെടികളുമാണ് സുധാകരൻ്റെ തോട്ടത്തിൽ ഫലങ്ങളുമായി നിൽക്കുന്നത്. കൂടാതെ കാച്ചിൽ, ചേന, ചേമ്പ് മുതലായ കിഴങ്ങ് വർഗ്ഗങ്ങളുമുണ്ട്. തോട്ടത്തിന് നടുവിലെ കൊച്ചുവീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. മക്കൾ 2 പേരും കുടുംബസമേതം വിദേശത്താണ്. ഭാര്യ ആറന്മുളയിലെ വീട്ടിലും. 3 മാസത്തിലൊരിക്കലാണ് വീട്ടിലേക്കുള്ള യാത്ര. 10 ദിവസത്തിന് ശേഷം തിരികെ എത്തും. 13 വർഷങ്ങൾക്ക് മുമ്പ് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കുടുംബവകയായി കല്ലാറിൽ തനിക്ക് ലഭിച്ച സ്ഥലത്ത് സുധാകരൻ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയത്. വാർദ്ധക്യം പ്രകൃതിയോടൊത്ത് ആസ്വദിക്കുവാൻ സുധാകരൻ നായർ തീരുമാനിക്കുമ്പോൾ ആഗ്രഹം പോലെ ഫലങ്ങൾ നൽകി അതിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് പരിസ്ഥിതി. കൈരളി ന്യൂസ്, ഇടുക്കി.